ആദിത്യനെ വീട്ടിൽ നിന്ന് ബലമായി വലിച്ചിറക്കി ക്രൂരമായി മർദ്ദിച്ചതിനു ശേഷം വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയി വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികൾക്ക് രാഷ്ട്രീയ പ്രേരിതമായി നിസാര വകുപ്പുകൾ ചുമത്തി സ്റ്റേഷൻ ജാമ്യം നൽകിയ ഞാറക്കൽ പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഞാറക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സദസ് നടത്തി. ഐക്യദാർഢ്യ സദസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഉദ്ഘാടനം ചെയ്തു. ഒരു കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസ് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദിത്യനെ ആക്രമിച്ചവർക്കെതിരെ നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ നാളുകളിൽ ഈ സൂചനാ സമരം ഇങ്ങനെ ആയിരിക്കില്ല എന്ന് ഈ നാട്ടിലെ കോൺഗ്രസ് പ്രസ്ഥാനം നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. ആ ആക്രമിച്ചവർക്കെതിരായിട്ടുള്ള അതിശക്തമായ നടപടി ഉണ്ടാകുന്നവരെ സന്ധിയില്ല സമര പോരാട്ടങ്ങളായിരിക്കും കോൺഗ്രസ് ഇവിടെ നടത്താൻ പോകുന്നത്. പ്രിയപ്പെട്ടവരൊന്ന് ആലോചിക്കുക. 14 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ ആക്രമിക്കുകയാണ്. ഏതൊക്കെ വകുപ്പുകൾ പ്രകാരം കേസെടുക്കാം? ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുക്കാം, മറ്റനേകം വകുപ്പുകൾ പ്രകാരം കേസെടുക്കാം. പക്ഷേ ഇതൊന്നും എടുക്കാൻ തയ്യാറാകാത്ത കേരളത്തിലെ പോലീസിന്റെ ഒളിച്ചുകളി അതാരെ രക്ഷിക്കാനാണ് എന്നുള്ളത് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് മുഴുവൻ മനസ്സിലായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആദിത്യൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ഒരു ചെറുപ്പക്കാരൻ മാത്രമല്ല, ഈ കേരളത്തിൽ അനേകായിരം ആദിത്യന്മാർ ഇങ്ങനെ പോലീസിന്റെയും ഈ സർക്കാരിന്റെയും വലിയ ദ്രോഹങ്ങൾക്ക് ഇരയായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ സാധാരണക്കാരനെ ബാധിക്കുന്ന, ഈ നാട്ടിലെ ഒരു ചെറുപ്പക്കാരനെ ബാധിക്കുന്ന, ഈ നാട്ടിലെ പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന് ഈ നാടിന്റെ അഭിമാനമായി മാറേണ്ട ആ ചെറുപ്പക്കാരന്റെ ഈ വിഷയത്തിൽ ഏറ്റവും മാതൃകാപരമായ ഒരു സമരം മാത്രമാണ്. ഈ സമരത്തിന് തുടർച്ചയുണ്ടാകും. ആ തുടർച്ച ഉണ്ടാകുന്നതിനൊടുവിൽ ഈ ആദ്യത്തിന്റെ കാവാലികളെ തുറങ്കിലടയ്ക്കാൻ അതൊരു കാര്യമാണ് ഞാൻ പറയാം. പ്രിയപ്പെട്ടവരെ, ഇനി ഈ പോലീസ് സംവിധാനം ഇങ്ങനെ തന്നെ കേരളത്തിൽ തുടരാൻ കൃത്യം 6 മാസം മാത്രമാണുള്ളത്. അതുകൊണ്ട് ഒരു കാര്യം പറയാം, കൃത്യം 6 മാസം കഴിഞ്ഞ് ഈ 6 മാസവും ഞങ്ങൾ സമരം നടത്തും. 6 മാസം കഴിഞ്ഞ് ഈ കേരളത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന് ഈ കേരളത്തിന്റെ നിയമസഭയിലേക്ക് ഒരു മുഖ്യമന്ത്രി വരുമ്പോ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരിക്കും. ആ മുഖ്യമന്ത്രി എടുക്കുന്ന ആദ്യ തീരുമാനങ്ങൾ ഈ ആദ്യത്തിന്റെ ഗുണ്ടകൾക്കെതിരായ കൃത്യമായ നടപടി എന്നുള്ളതായിരിക്കും എന്ന് ഈ നാടിന് ഉറപ്പു തരാൻ കോൺഗ്രസ് ആഗ്രഹിക്കുകയാണ്. മണ്ഡലം പ്രസിഡന്റ് AP ലാലു അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടിറ്റു ആന്റണി, PP ഗാന്ധി, അഗസ്റ്റിൻ മണ്ടോത്ത്, ജൂഡ് പുളിക്കൻ, PVS ദാസൻ, സാജു മാമ്പിള്ളി, KV രഞ്ജൻ, NK പ്രഭാകരൻ, പോൾ ജെ മാമ്പിള്ളി, റെനിൽ പള്ളത്ത്, അരുൺ ബാബു, സൗമ്യ തോമസ്, വിമൽ ബാബു, ആഷ്ലിൻ പോൾ എന്നിവർ പ്രസംഗിച്ചു. അതിഗംഭീരമായിട്ടാണ് ആ കുടുംബത്തെ പഠിച്ചത്. ആ കുട്ടിയുടെ പിതാവിനെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി. നമുക്കിത് മറ്റേ വകുപ്പെടുക്കണം, നമുക്ക് മന്ത്രിയെ കാണണം, അവിടെ പരാതി കൊടുക്കണം, ഇവിടെ പരാതി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് DYSP ഓഫീസിൽ കൊണ്ടുപോയി, SP ഓഫീസിൽ കൊണ്ടുപോയി, അവിടെ എല്ലാം കൊണ്ടുപോയി പരാതികൾ കൊടുക്കും. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോ യാതൊരു തരത്തിലുള്ള നടപടിയും ഒന്നും തന്നെ നടക്കാണ്ടായപ്പോൾ തന്റെ പാർട്ടിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട സാജു അദ്ദേഹം നേരെ പോയത് അദ്ദേഹത്തിന്റെ സമുദായ സംഘടനയാണ്. അതും അതിഭയങ്കരമാണ്. പെട്ടെന്നൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അദ്ദേഹത്തെ കാണണമെങ്കിൽ ഫ്ലെക്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പോസ്റ്ററിലോ കാണണം, അല്ലെങ്കിൽ മിന്നായം പോലെ ഇന്നോവ കാറിൽ ഇരുന്ന് പോകുന്നത് കാണാം. ഒരിക്കൽ പോലും അദ്ദേഹം പുറത്തേക്ക് നോക്കില്ല, താഴെ നോക്കി എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. കാരണം പുറത്തേക്ക് നോക്കിയാൽ ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. അത്തരത്തിൽ മാനസിക അസ്വസ്ഥമുള്ള ഒരു ആളാണ് ഇവിടുത്തെ MLA. ഈ MLAയും ഈ സമീപ ദിവസങ്ങളിൽ ഈ പ്രദേശമെല്ലാം സന്ദർശിച്ചല്ലോ. ഈ പയ്യന്റെ വീട്ടിൽ പോവാൻ ഈ MLAയും തയ്യാറായി. അപ്പോൾ ഇതില് മാർക്സിസ്റ്റ് പാർട്ടി ഇവിടുത്തെ പ്രതികൾക്കൊപ്പമാണ് എന്ന് ഇവരുടെ ചെയ്തികൾ കൊണ്ട് തന്നെ വീണ്ടും തെളിയിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു പയ്യൻ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു, ഒരു ദളിത് വിഭാഗത്തിലുള്ള ഒരു പയ്യൻ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ആക്രമിക്കപ്പെട്ടാൽ ആദ്യത്തിലല്ല, ആര് ആക്രമിക്കപ്പെട്ടാലും അവരോട് ഐക്യപ്പെടുക എന്നുള്ളതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നയം. അങ്ങനെ എന്നപ്പോ വലിയ കോലാഹലങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാം ഭയപ്പെടുത്തി ഇവിടെ നിന്ന് ഓടിക്കാമെന്നുള്ള ധാരണയിൽ
ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്കും വേണ്ട. ഞങ്ങളുടെ ആദിത്യന്റെ കുടുംബത്തോടൊപ്പം എന്നും ഉണ്ടാവും.